ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞു. തുടങ്ങി. ഹേ ഹലോ, വെൽക്കം ടു ഹെൽമെറ്റ് ടൈൽസ്. എൻ്റെ പേര് അമർ. എന്റെ പേര് നിതിൻ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി റാൻഡം എപ്പിസോഡ്. അതെ, എന്താ പറയണ്ടെന്ന് അറിയാത്ത എപ്പിസോഡ്. എന്താ പറയണ്ടെന്ന് അറിയാത്തല്ല, കുറെ സംഭവങ്ങൾ നടന്നു. ഇല്ലായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ്. ചീപ്പി ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് സംസാരിക്കാൻ പോകുന്നത്? അതാണ് ഞങ്ങള് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കേണ്ടെന്നാണ് ഇരുന്നത്, പക്ഷെ ഡയറക്ടറിന്റെ അമിതമായിട്ടുള്ള നിർബന്ധം മൂലം ഇവിടെ വന്നിരിക്കേണ്ടി വന്നു. ഹോർഹെ മാർട്ടിൻ അവിടെ നിന്ന് ഒരു കല്ല് മാറ്റിയപ്പോഴത്തേക്ക് മോട്ടോജിപി മൊത്തം തകർന്നു. പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, ഓർഹെ മാർട്ടിൻ താനോസ് ഒരു സ്നാപ്പിനിടയ്ക്ക് മൊത്തം മാറി, ഉള്ളു മാറി. അത് തെറിച്ച് മറ്റേ എഫണ്ടി പോയി ക്രിസ്ത്യൻ ജോലി ഇല്ലാത്ത എഫണ്ട് വരെ പോയി. അല്ല, ഹോർഹെ മാർട്ടിൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരണ്ടേ അല്ലല്ലോ, ഇതൊന്നുമല്ല. നമ്മളെല്ലാരും ഒരിക്കലും ഹോർഹെ മാർട്ടിൻ ഒരു സംഭവം ചെയ്ത് സ്നാപ്പ് ചെയ്തപ്പോ മാറിയതാണ്. അലീഷ്, ഇതെല്ലാം അലീഷിന്റെ കളിയാണ്. പുള്ളി സൈഡിൽ ഇരുന്ന് സ്നാപ്പ് ചെയ്ത ഇതൊക്കെ പുള്ളി മാറി. ഇപ്പൊ ഓണർ വരെ മാറിപ്പോയി. മോട്ടോജിപ്പിയുടെ ഓണർ മാറി. വെറുതെ ഇന്നപ്പോ പറഞ്ഞു ഇനി ഞങ്ങളെയാന്ന് പറഞ്ഞിട്ട് കുറച്ചാളായിട്ടുണ്ട്. പക്ഷെ നമ്മള് പറയും വെറുതെ ഇരുന്നപ്പോഴാണ്. ലിബർട്ടി മീഡിയ വന്നിട്ട് പറഞ്ഞ് മോട്ടോജിപ്പി ഇനി ഞങ്ങളുടെയാന്ന്. അങ്ങനെ അത് പോയി. ഒരു ഫോമുല 1 ഓണേഴ്സ് അവർക്ക് ഇപ്പൊ 80% സ്റ്റേക്ക് ഉണ്ട്. 4.something ബില്യൺ യൂറോസിനാണ് മേടിച്ചത്. അതിൽ എത്ര സീറോ ഉണ്ടെന്ന് അറിയാമോ നിനക്ക്? എനിക്കറിയില്ല. നീ വേറെ സ്കൂളിലൊക്കെ പോയി പഠിച്ചു. എനിക്ക് വേണമെങ്കിൽ ആ 4.6 ശേഷം എത്ര സീറോ വേണമെങ്കിലും ഇടാം. സ്കൂളിൽ പോയി ഇതാണോ ഇവിടുത്തെ പ്രശ്നം? തുടക്കത്തിന് അവൻ എന്തോ സ്പെഷ്യൽ സ്കൂളിൽ പോയി, ലിഫ്റ്റ് ഉള്ള സ്കൂളിലാ പോയെന്നൊക്കെ പറയുന്നത്. ഇനി നാട്ടുകാരോട് പറഞ്ഞാൽ മന്ദബുദ്ധി. ബുദ്ധിപരമായി ഞാൻ ഇച്ചിരി ഹൈ ലെവലിലാണെന്ന് നാട്ടുകാരറിയാം. ഹൈ ലെവലിലാണ്. നിങ്ങൾ ലിബർട്ടി മീഡിയ എന്റെ മീഡിയയിലോട്ടുള്ളൂ. ലിബർട്ടി മീഡിയ. അപ്പൊ മോട്ടോജിപി ലിബർട്ടി മീഡിയ വാങ്ങി. അതാ ഹോർഹെ മാർട്ടിൻ ഒരു 3 മാസത്തേക്ക് മാറി. ഇന്നപ്പോഴത്തേക്ക് മോട്ടോജിപി മൊത്തം മാറി. അല്ല, ഇതിൽ ഏറ്റവും വിറ്റതായിരിക്കത്തില്ല. ഈ ഇവര് മേടിച്ച് ലിബർട്ടി മേടിച്ചിട്ട് ഹോർഹെ മാർട്ടിൻ വരുമ്പോ ഇനി നീ ഏതാടാന്നായി. നീയൊക്കെ ഏതാടാ? ഞാൻ മാത്രല്ല, അവരുണ്ട്. മറ്റേ ഇതിന്റെ ഇടയില് ഹോർഹെ മാർട്ടിന് ഒരു പ്രാക്ടീസ് സെഷൻ കൊടുക്കുന്നല്ലേ? അത് കൊടുത്തു. വേറെ പ്രാക്ടീസ് സെഷൻ കിട്ടി. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർഹെ മാർട്ടിൻ തന്നെ അറിഞ്ഞൂടാ പുള്ളി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. പുള്ളി ഇങ്ങനെ മറ്റേ മൂഡ് സ്വിങ് പോലെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇടയ്ക്ക് പറയും എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഇനി ഏപ്രിലേ തന്നെ. അതിനോട് കുറച്ച് കഴിയുമ്പോ പറയും ഇവിടുന്ന് മാറാൻ പറ്റുമോ? ഹോണ്ട അലീഷ സൈഡിൽ നിക്കണേ എവിടെയും എന്നൊക്കെ. അങ്ങനെ ഞാൻ മറ്റേ ലിബർട്ടി മീഡിയ ആണ് സംഭവം. എന്തായാലും പ്രത്യേകിച്ച് ഒന്നും പറയാൻ എന്ന് വെച്ചാൽ ആ 2 ടോപ്പിക്കേ ഉള്ളൂ. ലിബർട്ടി മീഡിയയും ഹോർഹെ മാർട്ടിനും. ലിബർട്ടി മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കത്തില്ല. എല്ലാവർക്കും കത്തണമെങ്കിൽ ട്രൈ ടു സർവൈവ് എന്ന് പറഞ്ഞാൽ മതി. ഒരുപാട് ആൾക്കാർ അല്ല അത് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അല്ല, സംഭവം ലിബർട്ടി മീഡിയ ഏറ്റെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബിക്കോസ് മോട്ടോജിപി കുറച്ച് ആൾക്കാരോടെ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ചാനലിൽ ആരെങ്കിലും ഒക്കെ കാണും. പക്ഷെ ഡ്രമാറ്റിക് ആക്കും, സീരിയൽ സെറ്റപ്പ് ആക്കും. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം, ഈ F1-നകത്ത് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. മറ്റേ ഈ മാർക്കസ് ഒക്കെ സ്പാനിഷിലൊക്കെ പോടാ. നിന്നേക്കാൾ നന്നായിട്ട് മാർക്കസ് ഇംഗ്ലീഷ് മാർക്കസ് നന്നായിട്ട് പറയും. ഹോർഹെ മാർട്ടിനും പറയും. നീയാണ് ഇവിടെ പറയാത്തത്. അല്ല, ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞത്. ഇവൻ അവരുടെ ഇംഗ്ലീഷിനെ കളിയാക്കുന്നു. ഇംഗ്ലീഷ് അവരുടെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് അറിയാം. വേണ്ട കളിയാക്കണം. പ്രൈമിൽ മറ്റേ ഡോക്യുമെന്ററി വന്നപ്പോഴത്തേക്ക് അത് ആക്ച്വലി എടുത്തിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടായിരുന്നു. എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടത്. നിനക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടപ്പെടും. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കണ്ടു. ഞാനാണെങ്കിൽ എപ്പിസോഡ് തീർന്നല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഞാൻ മറ്റേ ഫാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ ഡോക്യുമെന്ററി ആ ലെവലിലൊക്കെ സൈക്കിളില് ലിബർട്ടി എടുക്കുന്ന ആക്ച്വലി നല്ലതാണ്. ബിക്കോസ് മോട്ടോജിപി ഇച്ചിരി കൂടെ പോപ്പുലറാ. പിന്നെ കുറെ ഡോക്യുമെന്ററി ഇറങ്ങും. ഡ്രൈവ് ടു സർവൈവ് പോലെ ഒരു സാധനം ഇറങ്ങിയ ലൈക്ക് ഡ്രൈവ് ടു സർവൈവ് ഇറങ്ങുന്നതിന് മുന്നേ ആ കൂടെ അറിയാതെ
ലൈക്ക് ജനറലായിട്ട് ആക്ച്വലി മോട്ടോ ജി പി ലിബർട്ടി ബേണി എപ്സ്റ്റീൻ്റെ ഒക്കെ കാലത്ത് അവർ കൂടുതലും മറ്റേ അധികം പുറത്തുനിന്ന് അങ്ങനെ ആരെയും അതിൽ കയറ്റാറില്ല. അവിടെ എന്താ നടക്കുന്നത് നമുക്ക് അറിയത്തില്ല. അല്ലല്ല ഫോർമുല വണ്ണില്ല. ലൈക്ക് ഇപ്പം നമ്മൾ ആ കൂടെ കാണുന്ന കുറെ പേര് വരുന്നു, എങ്ങും ഇല്ലാത്ത ഒരു കാറിനകത്തിരിക്കുന്നു, ഓടിക്കുന്നു, ഒരു വട്ടത്തിന് ചുറ്റും ഓടിക്കുന്നു. വട്ടമല്ല, വട്ടമായ നാസ്കാരായി പോകട്ടോ. അതിലാരെയും അറിയത്തില്ല. അറിയുന്ന നമ്മൾ സ്ഥിരം കഴിയുന്നത് എന്താ, മൈക്കിൾ ഷൂമാക്കർ, പിന്നെ സത്യം ഈ ഡ്രൈവ് ടു സർവൈവ് ഇറങ്ങിയതിന് ശേഷം ഇപ്പം കാർലോസ് സൈൻസിന്റെ വീട്ടിൽ എന്താ കറി വെക്കുന്ന ഒരു ആൾക്കാർക്ക് അറിയാം. കാർലോസ് സൈൻസിനൊക്കെ എന്തോരം ഫാൻസ്. കാർലോസ് സൈൻസിന്റെ ഫേവറേറ്റ് ഇത് ഞാൻ നിനക്ക് ഹാമിൽട്ടൺ അല്ലേ ഇഷ്ടം? ഡ്രൈവ് ടു സർവൈവ് വേണ്ടിട്ട് ഇവിടെ ഒരാൾക്ക് മാക്സ് വെർസ്റ്റാപ്പിനെ ഒട്ടും ഇഷ്ടമല്ല. ലോകത്തുള്ള ഒരു 80,000 പേര് ഈ മാക്സ് വെർസ്റ്റാപ്പിനെ ഇതിന് ശേഷം ഇഷ്ടമേ ലോകത്തുള്ള 80% പേര് ഇഷ്ടമല്ല. അതാണ് വേറെ ഓടി. ഇവരെല്ലാം അങ്ങോട്ട് ബാലൻസ്ഡ് ആണ്. നമ്മൾ മോട്ടോ ജിപിയിൽ നിന്ന് F1 പോകുന്നു. ഞങ്ങൾക്ക് F1 കുറിച്ച് വലിയ ധാരണയില്ല, പക്ഷെ എന്നാലും ചെറിയൊരു അറിവ് വെച്ചിട്ട്. പക്ഷെ ഇതിലേറ്റവും നമ്മൾ പറഞ്ഞിരുന്ന ഹൈലൈറ്റ് നമ്മുടെ ചാത്തൻ സേവ. അലീഷ്, അതായത് ചാത്തനാണ് അലീഷ്. അത് സേവ ചെയ്യുന്നതാണ്. നിനക്ക് പോവാൻ അനുവാദം ഇല്ല. കിട്ടുന്നത്. പക്ഷെ ഹോർഹെ നല്ല പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട് അടുത്ത വീഴ്ചക്ക്. പോടാ, അങ്ങനെയൊന്നുമില്ല. നീ പോടാ, ഇത് വണ്ടി കൊള്ളാതെ ഇന്നോന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ പണം സാഡാവും, പെട്ടെന്ന് സാഡാവും. കഴിഞ്ഞ ദിവസം പുള്ളിയുടെ 1 month ആപ്സ് ഉണ്ടാക്കിയ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ചുമ്മാ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ മോട്ടോ ജി പിയുടെ പേജിൽ കണ്ടതാ. റോസി ആദ്യമായിട്ട് മോട്ടോ ജി പി റേസ് വിൻ ചെയ്ത ദിവസം എന്താണ്? ആദ്യമായിട്ട് മോട്ടോ ജി പിയിൽ ഒരു റേസ് വിൻ ചെയ്യുന്നത്. റോസി പ്രസക്തി ഇല്ലെന്ന്. എടാ ഒരു 10 ശരിയാ. ഇത് മറ്റേ വേണ്ട, കൊറേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവും ഞാൻ പറഞ്ഞത്. നല്ല കാര്യം. പക്ഷെ ശരിയാ, റോസി ലിബർട്ടി മീഡിയ വേറൊരു സംഭവം. റോസി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഉള്ള പകുതി ഫാൻസ് കാണാം മോട്ടോ ജി പി കാണാൻ. ആ റോസി ഉള്ള റോസി റിട്ടയർമെന്റ് പറഞ്ഞപ്പോഴത്തേനും കൊറേ പേര് എനിക്ക് അന്നത്തെ ഉള്ള വിവരം വെച്ച് കൊറേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇനി മോട്ടോ ജി പി കാണണ്ട ആ വൈബിലൊക്കെ കൊറേ പേര്. മറ്റേ സെറ്റപ്പാ, സച്ചിൻ കളി നിർത്തിയെടുത്ത് വെച്ച് ഞാൻ ക്രിക്കറ്റ് അടുത്ത് നിർത്തി. ആ സെറ്റപ്പാ. സ്പോർട്ട് ഇപ്പൊ ഉള്ള ഇത്രയും പോപ്പുലർ ആവാൻ കാരണം ഓഫ് കോഴ്സ് റോസിയാണ്. ശരിയാണ്. അങ്ങനെ ഗോഡ് പദവിയിലിരുന്ന റോസി ഇപ്പൊ അമ്മാവൻ റോസി എന്ന് പറയും. എല്ലായിടത്തും വന്നിങ്ങനെ നോക്കും. ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലോ. പുള്ളിക്ക് ഇച്ചിരി ഒരു കുശുമുണ്ട്, ചെറിയ. നന്നായിട്ടുണ്ട്. എന്റെ ഹെൽമെറ്റ്. പോടുന്നു. അല്ല, ഞാൻ പറയാൻ വന്നത് എന്തുവാ, ലിബർട്ടി മീഡിയ. അപ്പം ഇപ്പൊ ഹോർഹെ മാർട്ടിൻ പോകുന്നതിന് മുന്നേ ഇത് ഡോർണേഡോയിലായിരുന്നു. ഹോർഹെ മാർട്ടിൻ തിരിച്ചു വരാറായപ്പം സംഭവം എല്ലാം മാറി. ഇപ്പൊ ലിബർട്ടി മീഡിയ ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. നിന്റെ ഈ അമിതമായിട്ടുള്ള എന്തൂസിയാസം നശിപ്പിക്കുന്നു. ഹോർഹെ പറയാനുള്ള ഒരു കൊതി കൊണ്ടാണ്. ആണല്ലേ, കാണിച്ചു തരാടാ അവരൊക്കെ. അടുത്ത പ്രാവശ്യം ട്രാക്കിൽ പോകുമ്പോൾ ചവിട്ടിയിടും. ഓടാത്ത വണ്ടികളുടെ ഈ ഗാരേജിൽ ഇപ്പൊ 3 അത് ഓടിയിട്ട് വേണം ട്രാക്കിൽ പോവാൻ. അതിന്റെ ബാറ്ററി ഞാൻ ഊരി വെച്ചിരിക്കാം ബൈക്കിന്റെ. ലിബർട്ടി ലിബർട്ടി വിഷയത്തിൽ നിന്ന് വീണ്ടും തെന്നി മാറി പോകുന്നു. KGF പോലെ ഞാൻ ഇടക്കിടക്കിരുന്ന് ഓർമ്മിപ്പിക്കണം. വല്ലാതെ മാറിപ്പോയി. ലിബർട്ടി എടുക്കുന്നതിലുള്ള ഇത് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവര് ഭയങ്കര മീഡിയ സാവിയാണ്. ലൈക്ക് ഇപ്പം മറ്റേ മോട്ടോ ജി പിയുടെ ഒക്കെ പോസ്റ്റ് ലൈക്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം വെരി നോർമൽ. ശരിയാ, ഒരു ജസ്റ്റ് അത് പേജ്. പക്ഷെ F1 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കിടിലം. അവര് നന്നായിട്ട് സോഷ്യൽ മീഡിയ പുഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്യുമെന്റ് ആക്ച്വലി ഡ്രൈവ് ടു സർവൈവ് ആണ്. ഫോർമുല 1 ഇത്ര എലീറ്റ് ലൈക്ക് അല്ലെങ്കിൽ ഭയങ്കര ഫാൻ ഫോളോയിങ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ
നീഷ്നെസ്സിന് മാറി ഇച്ചിരി കൂടെ ആൾക്കാർ കാണുന്ന സ്പോർട്ടായി. പിന്നെ എസ്പെഷ്യലി US-ൽ, പിന്നെ ഇന്ത്യയിലും. US-ല് ഇപ്പൊ 2 കാരണം F1 പണ്ട് 20 റേസസ് കണ്ടിരുന്ന ഒരു കലണ്ടറിൽ. ലിബർട്ടി എടുത്തതെന്ന് വെച്ചാൽ 24 റേസ് ഉണ്ടാക്കി. പിന്നെ സ്പ്രിന്റ് റേസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ പുതിയ ട്രാക്സ് ആഡ് ചെയ്തു. US-ല് 2 ആക്കി. കാരണം അവിടെ കൂടുതൽ ആൾക്കാർ അവർ കാണുന്ന റോഡും അവിടുത്തെ ചാലും എല്ലാം ഇവര് വെട്ടി ട്രാക്ക് ആക്കും. ഇനിയിപ്പോ കണ്ടത് ഇനിയിപ്പോ എല്ലാ മോട്ടോ GP പോകുന്നതാണ്. സർക്യൂട്ട് ഓഫ് ദ ന്യൂയോർക്ക് അല്ല എന്തായിരുന്നു എന്തേലും ഒരു TT എന്നൊക്കെ പറഞ്ഞായിരിക്കും. റോഡ് റേസിംഗ് ഐൽ ഓഫ് മാനിൽ പണ്ടത്തെ പോലെ റേസ് ചെയ്തു. ഹിഗ്നാറൊക്കെ വരുമായിരിക്കും ഇനി സ്പെഷ്യൽ എഡിഷന്, സ്പെഷ്യൽ റേസിനൊക്കെ. ബേസിക്കലി ഇച്ചിരി കൂടെ പോപ്പുലർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓഫ് കോഴ്സ്. പിന്നെ നമ്മളിവിടെ ഇരുന്ന് ഇപ്പൊ നമ്മൾ ഇത്തിരി അല്ലെങ്കിൽ മോട്ടോ GP ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ജാക്ക് മില്ലറിന്റെ പേഴ്സണാലിറ്റി ഒക്കെ അറിയാം. അല്ലെങ്കിൽ ബാക്കിൽ വരുന്ന റേസേഴ്സ് എങ്ങനെയാണ്, പെഡ്രോയും ഫെർമിൻ ആൽഡിഗറും അവര് തമ്മില് ഉടക്കാട്. ഇല്ലെങ്കിൽ പണ്ട് റോസിയും ലൊറൻസോയും ടീമായിരുന്നപ്പോ രണ്ടുപേരും മിണ്ടത്തില്ല. അതുകൊണ്ട് അതൊക്കെ സത്യത്തിൽ ലിബർട്ടിക്ക് അന്ന് കിട്ടിയിരുന്നുണ്ടല്ലോ. 3 എപ്പിസോഡിന്റെ കണ്ടന്റ്. റോസി മിണ്ടുവോ? ഇന്നിനി റോസി മിണ്ടുവോ? ലൊറൻസോ സംസാരിക്കാതെ ഇരിക്കുമോ? റോസി മാർക്കസിന് കൈ കൊടുക്കുവോ? കാത്തിരുന്ന് കാണുക. ലിബർട്ടി വരുന്നതിന് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലെ ഒരു ഡോക്യുമെന്റ് വരുന്നു, റോസി വേഴ്സസ് മാർക്കസിന്റെ പഴയ മറ്റേ ക്ലാഷിനെ പറ്റി കാണിച്ചു. അതൊക്കെ ഇവിടെ അടിക്കും. അതാ ലിബർട്ടിയുടെ ഒരു കാര്യം. ലിബർട്ടി ഇങ്ങനെ ഓരോ ചിലപ്പോ ആ ഡോക്യുമെന്ററി ഇറങ്ങി 2 ചാനലാവും. വെൽക്കം ടു ഹെൽമെറ്റ് ടൈൽസ്. ഇവിടെ മാത്രമേ കഥ പറയത്തുള്ളൂ, ഇവിടെ വെറുതെ ഹെൽമെറ്റ് വെച്ചിരിക്കും. കൊള്ളാം കേട്ടു. മറ്റേ മൗണ്ടൽബർട്ടിലെ അപ്പാപ്പന്റെ കടയില് മറ്റേ നൂഡിൽ ഹൗസ് എന്തായിരുന്നു അത്? എടാ ഇവിടെ 2 ബ്രദേഴ്സ് ഉണ്ട്. എന്നിട്ട് അപ്പം അവര് പിണങ്ങി. അപ്പം അവർ 2 പേരുടെ കട ഇവിടെയും അപ്പുറത്തും ഒന്നാ. ഞാൻ മാറ്റൂല, നീ മാറ്റൂല. ന്യൂ നൂഡിൽ ഹൗസ് എന്നും മറ്റേ അങ്ങനെ എങ്ങാണ്ടാണ്. എനിവേസ് ഇത് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ സിനാരിയോ പറഞ്ഞ മീൻസ് ഇങ്ങനത്തെ അപ്പൊ റൈഡേഴ്സിനെ പറ്റി ആൾക്കാർക്ക് കുറെ ലൈക്ക് ഇപ്പം ബാക്കിൽ ഇപ്പൊ നമുക്ക് ബ്രാഡ് ബിൻഡറിന് ഇപ്പൊ ഇത് അത്ര ഫോളോ ചെയ്യാത്ത ഒരാൾ എന്ന് വെച്ചാൽ മോട്ടോ GP എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഉണ്ടെന്ന് അറിയുന്നവർക്ക് ചിലപ്പോൾ മാർക്കസിന്റെ പേര് അറിയാം, റോസിയുടെ പേര് അറിയാം, അതേ അറിയുള്ളൂ. ഈ പെക്കോനെ മാർട്ടിനെ പോലും ആർക്കും അറിയത്തില്ല. അവരുടെ ഇനി കുറച്ച് ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്ത് അവരുടെ ലൈഫും സറൗണ്ടിങ്സും അതൊക്കെ കാണിക്കും. സാർക്കോ കുറെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട് മോട്ടോ GP, ജസ്റ്റ് ലൈക്ക് ഇൻ F1. ഈ F1-നകത്ത് മാക്സിനെ മറ്റേ വില്ലനാക്കിയ പോലെ മോട്ടോ GP-ൽ ആരെയായിരിക്കും എന്തോ വില്ലനാക്കാൻ പോകുന്നത്? വില്ലൻ വേണം. അല്ല അത് ഒരു സീസൺ അനുസരിച്ചായിരിക്കും. അത് സംഭവം മാക്സ് വെർസ്റ്റാപ്പിന് എഗ്രി ചെയ്തില്ലായിരുന്നു ആദ്യമേ ഡ്രൈവ് ടു സർവൈവ് പാർട്ടാവാൻ. ഇവനെ കളറാക്കിയ വിഷയം. പുള്ളി ഇല്ലായിരുന്നല്ലോ ആ സമയത്ത്. പുള്ളിക്ക് ആ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സിം റേസിംഗ് ചെയ്യും. പുള്ളിനോട് F1-ന്റെ മറ്റേ സിനിമ കാണാൻ പോയെന്ന് വെച്ചാൽ പുള്ളി എനിക്ക് അറിവിടാത്തവരെ കണ്ട് ചിരിക്കാനൊന്നും താല്പര്യമില്ല. ഇൻട്രോവേർട്ട് പ്രോ മാക്സ്. അതും മാക്സ്. എന്നിട്ട് അപ്പം ഇതാണ് ലിബർട്ടി മീഡിയ വന്ന ഉള്ള ഒരു അഡ്വാൻറ്റേജ്. ലൈക്ക് ഇനി വെരി പോപ്പുലറൈസ് ആക്കും. പിന്നെ പണ്ട് F1-ന്റെ പാഡോക്കിലും ബിഹൈൻഡ് ദ സീൻസ് അല്ലെങ്കിൽ പാഡോക്കിലൊന്നും ആർക്കും പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ പോവാൻ പറ്റും മോട്ടോ GP-ല്, പക്ഷെ എന്താ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ അത് ഇപ്പോഴും അത്ര ഇതില്ല. അതൊക്കെ ചിലപ്പോൾ ഇച്ചിരി കൂടെ നല്ലതാണ്. പക്ഷെ അതേസമയം നീ പറഞ്ഞ പോലെ ഈ F1-ലെ ഡ്രാമ കുത്തി കയറ്റി അങ്ങനെ മറ്റേ ലൈക്ക് പല പല ഫോക്കസ് ഔട്ട് ഓഫ് റേസിംഗ് ആൻഡ് ലൈക്ക് അത് ഇറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ടു ഓൾ അബൌട്ട് പേഴ്സണാലിറ്റീസ്. ഇന്ന വേ നോക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾസ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് റൈഡിങ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ട്രാക്കിൽ ഓടിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ റേസ് കാണും. ഇപ്പൊ എന്നെ പോലത്തെ ഒരു ലേമാന് ഇപ്പൊ ടെക്നിക്കലി വന്ന് ഡോക്യുമെന്ററി എടുത്തു കഴിഞ്ഞാൽ ഞാനൊന്നും കാണത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇച്ചിരി ഡ്രാമയും ഇച്ചിരി റൈഡേഴ്സ് തമ്മിലുള്ള ഇതും കുറച്ചെന്തെങ്കിലും ഒക്കെ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഇട്ടാലേ ഒരു പൊടി എന്തെങ്കിലും മസാല ഇട്ടാലേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവത്തുള്ളൂ. അങ്ങനെ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോ കുറച്ച് കുശുമ്പ് സംസാരിക്കുന്നതിന്റെ ഇടയിലാണേലും അത് ഉണ്ടല്ലോ. അപ്പം അത് ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ലിബർട്ടി മീഡിയ ഇടുമ്പം അവർക്ക് എന്തായാലും
ഈവൻ ഫോർമുല 1 കാണാൻ വരുന്ന അറ്റൻഡ് ചെയ്യാൻ വരുന്നവരുടെ നമ്പർ കൂടി. പണ്ട് അത് ലിബർട്ടി മീഡിയ ബേണി എപ്സ്റ്റിന്റെ ഒക്കെ കാലത്ത് അത് കുറഞ്ഞ് ഇത് ഭയങ്കര എലീറ്റ് സ്പോർട്ട്. പിന്നെ അവര് ഭയങ്കര ലൈക്ക് അവരുടെ മറ്റേ ആപ്പ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. TV ഡീൽസ് തന്നെയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. മോട്ടോ GP ആണെങ്കിൽ അവരുടെ ആപ്പ് വൻ ശോകമാണ് സത്യം പറയാലോ. പക്ഷെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഇപ്പൊ നമുക്ക് മോട്ടോ GP ഒക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന പോലെ ഒക്കെ ഇനി കാണാൻ പറ്റുമോ? ഇത് ഞാൻ പറയുന്നില്ല, നമ്മളെങ്ങനെ അത് പറയണ്ട, ഞാനൊന്ന് ആലോചിച്ച് പറഞ്ഞപ്പോ ലൈക്ക് ഇവരൊരു കുറച്ച് ഇതാക്കും. നിങ്ങളെ അറിയാവുന്നിടത്തോളം കാലം നിങ്ങൾ എത്ര കാശ് മുടക്കി കുടുംബം വിറ്റാണെങ്കിലും നിങ്ങളെ കാണും, എങ്ങനെയും കാണും, അല്ലെങ്കിൽ എവിടെന്നേലും ഒക്കെ ഒപ്പിക്കും. ഇത് പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ചേട്ടാ ഫ്ലോ ഒന്ന് പോയി, കുഴപ്പമില്ല പറഞ്ഞു പറയാവത്. നിങ്ങൾ റേസ് കണ്ടില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ റിവ്യൂ പറയും? റേസ് കാണും, കിട്ടി വിറ്റിട്ടാണെങ്കിലും ഞാൻ കാണും. പക്ഷെ സാധനം വിൽക്കാൻ അറിയാം, പക്ഷെ അതിവിടെ ഞാൻ പറയണില്ല. 2 കിഡ്നി വിറ്റ് കഴിഞ്ഞാൽ പിന്നെ സീസൺ ഇല്ലല്ലോ എനിക്ക്. ഡയാലിസിസ് മെഷീൻ കൊണ്ടു നടക്കേണ്ടി വരും. അതല്ല മറ്റേ അപ്പൊ അതാണ് ലിബർട്ടി മീഡിയ വന്നുള്ള അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസോ ഞാൻ നേരത്തെ പറഞ്ഞ റേസിംഗിന്റെ അവിടുന്ന് മാറിയിട്ട് കുറച്ച് ഡ്രാമാറ്റിക് പേഴ്സണാലിറ്റിയിൽ ഫോക്കസ് ചെയ്ത ഇൻഡിവിജ്വൽസിനെ ഫോക്കസ് ചെയ്യുക. വേണ്ടായിരുന്നു സത്യം. മോർബിഡിറ്റി ഉണ്ടല്ലോ 100% ഉറപ്പ്. മറ്റേ സൈലന്റ് കില്ലർ എന്നൊക്കെ പറഞ്ഞു കള്ളൻ. ഞാൻ അങ്ങനെ പറഞ്ഞു അത് ചിരിച്ചോണ്ടേ പറയത്തുള്ളേ. മോർബിന്റെ പിന്നാലിസിനെ ഞാനല്ലല്ലോ തെള്ളിയിട്ട്, അവൻ തന്നെ വീഴുന്നല്ലേ. അവന്റെ ടയറാണ് എന്റെ കയ്യിൽ ഇടിച്ചത്. അത് വളരെ ശാന്തനായ പറയുന്ന റോസി അങ്ങനെ പഠിപ്പിച്ച പോലെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഈ അന്നത്തെ ആ ക്രാഷിന് ശേഷം മറ്റേ മോർബിയുടെ കിളി കുറച്ച് പോയിട്ടുണ്ട്. അവിടെ റോസി പുറയിലിരുന്ന് മാർക്കസിനെ വീഴാൻ പറയുമ്പോഴത്തേക്ക് ഇവിടെ മാവറിക്കിനെ എടാ മാർക്കസും മാവറിക്കും രണ്ടുപേരും എമ്മിലല്ലേ, രണ്ടും മായാണല്ലോ. മറ്റേ നമ്മുടെ മറ്റേ അത് പറഞ്ഞ പെഡ്രോന്റെ കാര്യം ഒരു സംഭവം. പെഡ്രോയ്ക്ക് വേറെ TV പോടുന്നുണ്ടല്ലോ, ടിക്കറ്റിലൊക്കെ പോടുന്നത് കയറ്റി സമ്മതിക്കില്ലെന്ന് എന്തോ പറഞ്ഞു. ഞാൻ ആക്ച്വലി ഈ ഒരു സിനാരിയോ ആലോചിച്ചേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ കുറിച്ച് ഇപ്പൊ ഒരു ഡോക്യുമെന്ററി പോകുന്നുണ്ട്. പണ്ട് നമ്മൾ ഇതൊക്കെ കാണിക്കത്തില്ലേ, നമ്മുടെ ട്രോളിനകത്തൊക്കെ കാണിക്കത്തില്ലേ, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എന്തെങ്കിലും തെറ്റി ചെയ്തിട്ട് ടീച്ചറിന്റെ നടി മേടിച്ചോണ്ടിരിക്കുമ്പോ അതിനേക്കാളും തേഞ്ഞ് ഉത്തരം എഴുതിയ ഒരാൾ പുറയിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ഇതിന് അതേ സെറ്റപ്പിലാണ് ഈ മറ്റേ പെഡ്രോ കോസ്റ്റേ ഒരേ മാർട്ടിനോടെ കോൺട്രാക്ട് പോയെന്ന് പറഞ്ഞ് തേഞ്ഞ് നിൽക്കുക, പറയും പെഡ്രോ കോസ്റ്റ നിൽക്കുക. പുള്ളി ഇത് നൈസായിട്ട് സൈഡിൽ കൊണ്ട് ഇറക്കി നോക്കിയായിരുന്നു. KTM ചാടി പയ്യെ ഡുക്കാറ്റിലോട്ട് പോകാൻ പറ്റുമോന്ന്. അപ്പോഴാ അപ്പുറത്ത് ഹോറെ ഇങ്ങനെ കൊളമായി നിൽക്കുന്നത്. ഒന്നും മിണ്ടാതിരിക്കുക. 2026 വരെ ഇവിടെ പിടിച്ചിരിക്കുക. അല്ല ഇവരുടെ രണ്ടുപേരും കോൺട്രാക്ട് ഫാബിയോ മിക്കവാറും ചാടും. പുള്ളി പറഞ്ഞ ഈ പരിപാടി നടക്കില്ലെങ്കിൽ എന്നെ നോക്കണ്ടെന്ന്. V4 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. V4 ആക്ച്വലി അൺഒഫീഷ്യൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ സ്ലോ ആണല്ലേ, അത് ഒബ്വിയസ്ലി ആയിരിക്കും. പക്ഷെ ആസ് ഓഫ് നൗ മറ്റേ ഇൻലൈൻ ഫോർ ഇപ്പോഴത്തെ കറണ്ട് M1-നെക്കാളും 3 seconds സ്ലോവർ ആണ്. പക്ഷെ അതേസമയം അവര് ഇപ്പം റീസെന്റ് നടത്തിയ ടെസ്റ്റിൽ അവര് ടോപ്പ് സ്പീഡിനൊന്നും അല്ല നോക്കിയത്. എഞ്ചിൻ റിലയബിലിറ്റി ഫുൾ റേസ് ഡിസ്റ്റൻസ് നിൽക്കുമെന്ന് പുഷ് ചെയ്യുന്നല്ല, മീൻസ് ആ ഒരു സ്റ്റേ ചെയ്യുന്നുണ്ടോന്ന്. ലിബർട്ടിന്ന് നമ്മൾ യമഹയിലെത്തി അവിടുത്തെ V4 വരെ ആയി. അപ്പൊ സൈഡിൽ നിന്നിട്ട് ലിബർട്ടി എന്തു ആഡ് ചെയ്ത് എന്നെ സൈഡാക്കി. എന്നിട്ട് അതല്ല പ്രശ്നം അറിയോ, നീ ഫോൺ ചാർജ് ചെയ്തില്ലല്ലോ വിഷയത്തിൽ നിന്ന് തന്നെ മാറി. അപ്പൊ ലിബർട്ടി മീഡിയയുടെ സെറ്റ് ചെയ്താണ്. ഫോൺ ചാർജ് ചെയ്യാത്തോണ്ട് അവിടെന്ന് ഡയറക്റ്റ് നോക്കുക, ഫോൺ എപ്പോ വേണമെങ്കിലും ഓഫ് ആവും ഒന്ന് പറഞ്ഞ് തീർത്തിട്ട് പോകുന്നു. ലിബർട്ടിയെ പറ്റി ഇതേ ഉള്ളൂ. ലിബർട്ടി വരുന്നതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ലിബർട്ടി നല്ലൊരു സ്റ്റാച്ചു ആണ് അതിന്റെ ഇടയിൽ കൂടെ പോട്ടെ. ലിബർട്ടി വരുന്നതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എനിക്ക് തോന്നുന്നു. പക്ഷെ ഓഫ് കോഴ്സ് ഹാർഡ് കോർ ഫാൻസ് ചിലപ്പോ അങ്ങനെയൊന്നുമില്ല. ഞാൻ കാണും ആൾക്കാർ ഒപ്പീനിയൻ നമുക്ക് നോക്കാം. ആൾക്കാർ ഇത് എന്താ തോന്നുന്നുള്ള അവർ കമന്റ് ചെയ്യട്ടെ. നമ്മുടെ ഒപ്പീനിയൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് അറിയണമല്ലോ. ഹാർഡ് കോർ ഫാൻസും ഇത്രയും നാളായിട്ട് ഫോളോ ചെയ്യുന്നവർ എന്താ ചിന്തിക്കുന്നതെന്ന് കൂടെ അറിയണമല്ലോ. ഓഫ് കോഴ്സ് എല്ലാം കാണും, എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ്. എനിക്ക് ആക്ച്വലി MotoGP ഇച്ചിരി കൂടെ ആൾക്കാർ കാണണം. കാരണം ഇത് മറ്റേ ഫോർമുല 1 പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്.
ടീംസ്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ടു ബി ഓണസ്റ്റ് ഉണ്ടല്ലോ, ആക്ച്വൽ റേസിംഗിന്റെ അകത്തില്ല നടക്കുന്നത് മോട്ടോ ജി പിക്കകത്ത്. കാരണം മറ്റേ വന്ന് ഇപ്പൊ F1 കാരണം വലിപ്പം കൂടിയിട്ട് ഒരാൾക്ക് ഓവർടേക്ക് പോലും ചെയ്യാൻ പറ്റില്ല. അല്ല മൊണാക്കോയിലൊന്നും ഓവർടേക്ക് നടക്കത്തില്ല. അതല്ലെങ്കിലും പറ്റത്തില്ല. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടീമിനും ബഡ്ജറ്റ് വരും, സ്പെൻഡിങ് ക്യാപ്പ് വരും. അത് നല്ലൊരു സംഭവം, അത് വളരെ നല്ലതാണ്. പിന്നെ അതേസമയം എയ്റോ റെസ്ട്രിക്ഷൻസും വരും. അത് എനിക്ക് അത്യാവശ്യം വേണം. ആ മറ്റേ മൊത്തം ക്ലിയാ. അല്ലല്ല, അത് കുറച്ചതാ. ആണോ? ഈ സാധനം ഉണ്ടല്ലോ, മറ്റേ വിങ്സ് കാരണമാണ് ഇപ്പൊ മോട്ടോ ജി പിയിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത. കാരണം അതിന് ചുറ്റും ഒരു വോർട്ടെക്സ് ഉണ്ട്. അപ്പൊ ഓവർടേക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ബാക്കിന് വരുന്ന ആളുടെ ഫ്രണ്ട് മറ്റേ പഴയ സിനാരായിരുന്നു നമ്മുടെ ആരായിരുന്നു ബൈക്കിങ് അകത്തോട്ട് പോയത്, ഇങ്ങനെ പൊക്കോണ്ടിരുന്നുണ്ടെങ്കിൽ വണ്ടി അകത്തോട്ട് എന്തോ പോയി, മറ്റേ ബ്രേക്കിംഗ് സൗണ്ട് എടുത്തിട്ടുണ്ടാവും. പിന്നെ റൈഡേഴ്സിന് എല്ലാവർക്കും ഭയങ്കര താല്പര്യം, കാരണം അവർ ഇച്ചിരി കൂടെ പോപ്പുലർ ആവും. അവര് പോപ്പുലർ ആവും, പൈസ കൂടും. എൻഡ് ഓഫ് ദി ഡേ പിന്നെ ഇതേപോലെ ഒരു സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ F1 പോലത്തെ F1 സിനിമ കണ്ടല്ലോ, നീ കണ്ടല്ലോ. എനിക്ക് ഞാൻ പോണെന്ന് നടക്കത്തില്ല. അത് പറഞ്ഞപ്പോഴാ സിനിമയുടെ കാര്യം പറഞ്ഞപ്പം ഐ ഓഫ് മാന്റെ ഒരു സിനിമ വരുന്നത് ജോൺ അബ്രഹാം പറഞ്ഞ് ഇറക്കുന്നുണ്ടല്ലോ. ജോൺ അബ്രഹാം ഇറക്കുന്ന ലോക്കൽ, അങ്ങനല്ല ഏപ്രിലേ അതിന്. പുള്ളി ഭയങ്കരമായിട്ട് അതിനെ കുറിച്ച് റീസെർച്ച് ഒക്കെ ചെയ്ത് പുള്ളി മര്യാദയ്ക്ക് ഇറക്കിയത്. V4 സൗണ്ട് ആണെങ്കിൽ V4 സൗണ്ട് ഇച്ചിരി വരുമായിരിക്കും. ധൂമിനെ പറ്റി ആര് കളിയാക്കുന്നു? ബൈക്കിസം കൊണ്ടുവന്ന ആ ട്യൂൺ വരുമെന്ന് പറഞ്ഞ ജോളബ്രാൻഡ്. പക്ഷെ അത് ജോളബ്രാൻഡ് സിനിമ വരുന്നുണ്ട് ഐലഫ്മെന്റ്. ബൈക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പണ്ട് മറ്റേ ധൂം ഇറങ്ങിയ സമയത്ത് ജോൺ എബ്രഹാം ബിപാഷ ബസും കൂടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഏതൊരു മാഗസീന്റെ ഫ്രണ്ട് പേജോ മറ്റേ എന്തോ കവർ പേജോ അങ്ങനെ എന്താണ്ട് ഒരു സാധനം. അന്നാണ് എനിക്ക് പറയാം, ഞാൻ അതിൽ ബൂസ മാത്രമേ കണ്ടുള്ളൂ. അത് കണ്ടിട്ടാണ് ഇങ്ങനൊക്കെ ബൈക്കുകൾ ഉണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലാകുന്ന. രണ്ടാമത്തെ കാര്യം നൈട്രോ വേറെ സംഭവം, ഞാൻ ഹൈബൂസ് ആദ്യം കാണുന്നതല്ല, ലൈക്ക് ഇതിനെ കുറിച്ച് ഹൈബൂസിനെ കുറിച്ച് അറിയുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ടോപ്പ് സ്പീഡ് 300+. ടു ബി ഓണസ്റ്റ് ഒരു കാര്യം പറയട്ടെ, ആ സിനിമ ഇപ്പൊ കാണാൻ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഫോൺ ചാർജ് തീർന്നുകൊണ്ട് അത് ക്യാൻസൽ ആയി. 15 മിനിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാ, 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ ഫോൺ ചുമ്മാ കൊണ്ടടിച്ചു നമ്മള്. അപ്പം ഇതായിരുന്നു ലിബർട്ടി മീഡിയയുടെ സെറ്റപ്പ്. ആകെ ഇത് ഒരു 5 മിനിറ്റ് പറഞ്ഞ് തീർത്തിട്ട് പോകാന്ന് പറഞ്ഞ് വന്നതാ. 20 മിനിറ്റ് ഓറേ മാർട്ടിനെ തെറി വിളിച്ച് അയാള് കൂടോത്രമാന്ന് പറഞ്ഞ് ചാത്തൻ സേവ പറഞ്ഞ് മാക്സ് വെർസ്റ്റാപ്പൻ ഇതിനിടയ്ക്ക് മാക്സ് വെർസ്റ്റാപ്പനെ പറഞ്ഞ് ജോൺ എബ്രഹാം ഹയബൂസ കഥ പറഞ്ഞു. ഇവിടെ മറ്റേ ഹോർഹെ അങ്ങോട്ട് പോയപ്പോ എന്തോ ചാത്തൻ സേവ ചെയ്തതിന് കാരണത്താൽ റെഡ് ബുള്ളിൽ നിന്ന് ക്രിസ്ത്യൻ ഹോണർ വരെ പോയി. അത് അയാൾക്ക് പോലും മാറിപ്പോയോ എന്തോ. ക്രിസ്ത്യൻ ഹോണറിനോട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ ഇത് ആരെ എന്താ ഇതൊക്കെ. മറ്റേ പുള്ളി സ്പാനിഷിലെ ഓരോരുത്തരും ചെയ്തപ്പം ആള് മാറിയതാ. ചെലപ്പോ ഓർക്കേന്ന് ഒന്നുമില്ല, പുള്ളിയുടെ പേര് ഓർമ്മ വരും. അപ്പം അങ്ങനെയൊക്കെയാണ് ആ സെറ്റപ്പ്. പിന്നെ ഓറേ മാർട്ടിൻ ചെക്ക് ജിപിക്ക് തിരിച്ചു വരും. ഓറേ മാർട്ടിൻ ചെക്ക് ജിപിക്ക് തിരിച്ചു വരും. ഇടയ്ക്കിടയ്ക്ക് മൂഡ്സിംഗ് ഉണ്ടല്ലോ. അടുത്ത ആഴ്ചയാണോ ചെക്ക്? ഈ ആഴ്ച സാക്ഷൻ ജർമ്മനി. അത് കഴിഞ്ഞിട്ട് വരണം. അത് കഴിഞ്ഞാണ് സമ്മർ ബ്രേക്ക്. അപ്പം ഓറേ മാർട്ടിൻ ഒരു റേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റേസിനകത്ത് കുറച്ച് ഫിറ്റ് ആയി. മീൻസ് അത് കഴിഞ്ഞിട്ട് സമ്മർ ബ്രേക്ക് വരുമല്ലോ. അപ്പൊ അവന് ആ ഒരു മൈൻഡ് സെറ്റും കറക്റ്റ്. പുള്ളി RS GP25 ട്രൈ ചെയ്തു. അപ്പൊ ഓടിച്ചിട്ട് കൊള്ളാം, നല്ല സാധനമാണ്. മറ്റേ ആദ്യം തൊട്ട് പറഞ്ഞത് കൊള്ളാം കൊള്ളാം. ആദ്യം വന്ന് വിന്റർ മറ്റേ ഇതിൽ വന്ന് തെന്നി അടിച്ച് താഴെ വീണിട്ട് എവിടെയെങ്കിലും പോയി വീട് എല്ലായിടത്തും പോയി വീട് ചെന്നിട്ട് ഞങ്ങളാ പ്രശ്നം എനിക്ക് കണ്ടറിയാം. എന്നിട്ട് മാക്സിമോ റിവോള, അയാളുടെ പേര് കറക്റ്റ് എന്താ? മാക്സിമോ റിവോള പറഞ്ഞേ ഇനി അവനിപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവനിവിടെ ഓടിക്കും. അയാളാണെങ്കിൽ മറ്റേ പഴയ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മയൊക്കെ പോലെ. പുള്ളിയാണ് ഈ അപ്രിലിയുടെ മറ്റേ എഞ്ചിനീയർ പ്രിൻസിപ്പൽ. എന്ന് വെച്ചാൽ എപ്രിലിയുടെ ടൊട്ടോ വുൾഫ്
ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ലിബർട്ടി മീഡിയ ഏറ്റെടുത്ത് ഡ്രൈവ് ടു സർവൈവ് പോലത്തെ ഒരു സാധനം വന്ന് പോപ്പുലർ ആയി, നമ്മുടെ ചാനലിൽ പോപ്പുലർ ആയി. ഒരു സബ്സ്ക്രൈബർ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് 100 ആവും. ആരെങ്കിലൊക്കെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുന്നേ. മോട്ടോ ജിപ്പിക്കൊന്നും ആർക്കും താല്പര്യമില്ല തോന്നുന്നു. 99 പേർക്ക് കേരളത്തിലുള്ളൂ. ആൾക്കാരിൽ എത്തുമ്പോ കാണും. എന്തായാലും ഈ ലിബർട്ടി മീഡിയ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള ഈ എപ്പിസോഡുകൾ കഴിഞ്ഞു. പക്ഷെ എനിക്കിത് പറയാതെ വയ്യ. ഹോർഹെ മാർട്ടിൻ മാരന്റെ ചെയിൻ ഇവന്റ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഓർമ്മ കൂടെ. എന്തിനാണ് പുള്ളിനെ കുറ്റം പറയുന്നത്? അല്ലേ, അയാള് പോയതിനു ശേഷം ഈ ഇടയ്ക്ക് ആരും പറയുകയും ചെയ്തു, ഹോർഹെ പോലും വിചാരിക്കുന്നതിനേക്കാൾ ഇമ്പാക്ട് ആണ് ഉണ്ടാക്കിയേക്കുന്നത്. ജാക്ക് മില്ലറിന്റെയും മിഗൽ ഒലിവറുടെയും കാര്യം ദൈവത്തിന് അറിയാം എന്താവുമെന്ന്. അവര് രണ്ടും പോകുന്നൊക്കെ ചിലവർ പറയുന്നു. എന്നിട്ട് മോട്ടോ 2 ജാക്കിനെ മിക്കവാറും വെക്കും. എനിക്കും തോന്നുന്നു ജാക്കിനെ വെക്കും, അല്ലെങ്കിൽ പിന്നെ എൻഡുറൻസ് റേസിനൊന്നും വിടത്തില്ല. ജാക്ക് പോയി കഴിഞ്ഞാൽ ജാക്കില്ലെങ്കിൽ ഓസ്ട്രേലിയ മീൻസ് ഓസ്ട്രേലിയ ഒരാൾ വേണം അവർക്ക്. ഇവിടെ ഈ ഏരിയയിലുള്ള ആരും ഇല്ലല്ലോ. മോട്ടോ 3 പക്ഷെ എന്നാലും പിന്നെ സെന്ന എന്ന് പറഞ്ഞൊരു സെന്ന ഏജസോ മോട്ടോ 2 റൈഡർ ഉണ്ട് ഓസ്ട്രേലിയൻ. അപ്പൊ അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ ജാക്കിനെയും മിഗലിനെയും ഒലിവറിനെയും തട്ടിക്കൊണ്ട് ജാക്കിനെ വെക്കുന്നതാണ് അവരുടെ V4 ഡെവലപ്മെന്റ് നല്ലത്. എനിക്ക് തോന്നുന്നു അവര് ജാക്ക് മില്ലറിനെ കീപ്പ് ചെയ്യും. കാരണം പുള്ളി വണ്ടി ഡെവലപ്പ് ചെയ്യാൻ നല്ല. ഇതല്ല ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ KTM ഇപ്പൊ 4 ബൈക്ക് ഉണ്ടല്ലോ, അതിൽ 2 ടെക് 3 മാറുവാന്ന് വെച്ച് കഴിഞ്ഞാൽ KTM ഇനി 4 ബൈക്സ്. ഇതൊരു റൂമർ പോലെ കേട്ടതാ, 4 ബൈക്സ് വേണ്ട, ഒന്നെങ്കിൽ ടെക് 3 എന്ന് പറയുന്നത്. കാശില്ലാത്തോണ്ട് ബജാജ് ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞല്ലോ റേസ് ചെയ്തോളാം. പക്ഷെ പെട്രോള് ചെറിയ മിതത്തിൽ അടിച്ചാൽ മതി കേട്ടോ. ഇല്ല ഇനി മറ്റേ 10 സ്പാർക്ക് പ്ലഗ് ഉള്ള 10 സ്പാർക്ക് പ്ലഗ് ഉള്ള മറ്റേ അവരുടെ KTMന്റെ ബൈക്കിന്റെ പേരെന്തായിരുന്നു? NS200. ഇനി വരും NS1000. അല്ല മറ്റേ KTMന്റെ ബൈക്കിന്റെ മോഡൽ നെയിം എന്തായിരുന്നു? എന്തോ സംഭവം. അയ്യോ ഏത് ഈ റേസ് ബൈക്കിന്റെ അവര് കൊറേ പേര് കിട്ടിട്ടുണ്ടല്ലോ. ഓ നിനക്ക് അറിയേണ്ടത്? അല്ല അറിയാം, നിനക്കറിയില്ലല്ലോ. ബാക്കിയുള്ള ബൈക്കിന്റെ പേര് എനിക്കറിയാം. അതിന്റെ പേരെന്താ? ഈസി M1 ഡുക്കാട്ടിയോ GP25 അപ്രിലിയുടെ RSV അല്ല RS GP25 RS GP25 എല്ലാത്തിനും ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് KTMന്റെ അല്ലേ, KTMന്റെ സൂപ്പർ എല്ലാവരും ടോപ്പ് വണ്ടികളുടെ പേര് വെച്ചിട്ടാണല്ലോ സൂപ്പർ എനിക്കിതിനെ പറ്റി അറിയില്ലല്ലോ. അല്ലല്ല അത് ഹോണ്ടയാണ്. അല്ല KTMന്റെ RC ഉണ്ടാവണമല്ലോ അവരുടെ എല്ലാ KTMനുണ്ട് RC. അവരുടെ എല്ലാം റോഡ് ബൈക്സ് RC60 കണ്ട പകരത്തിലും പറഞ്ഞു. അതാ 60 നമ്പർ. സോറി നിന്നെ ഞാൻ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷെ എന്നാലും നിന്നോടുള്ള മതിപ്പ് എനിക്ക് അതെനിക്ക് ഉറപ്പാ. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ NS എന്നാ പേര്. അപ്പൊ അത് മതി മതി കൊറേ എന്തൊക്കെയോ പറഞ്ഞു. അല്ല ബാക്കി പറഞ്ഞില്ല. എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ 100 സബ്സ്ക്രൈബർ. പിന്നെ കമന്റ് ഒക്കെ ചെയ്യാം. ഇന്നിപ്പം പറഞ്ഞ ലിബർട്ടി മീഡിയ പറ്റിയൊക്കെ അല്ലേ, നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ഇട്. അതെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ലിബർട്ടി വരുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ ഒപ്പീനിയൻ മാത്രം പോരല്ലോ, ഹാർഡ് കോർ ഫാൻസിന് ബാക്കിയുള്ളവരെ അറിയാം. അപ്പൊ ശരി, എന്റെ ബുക്ക് അടുത്ത മോട്ടോ റീച്ച് വീഡിയോ ആയിട്ട് വരും.